Radio C. Our campus, our voice. Hello Chedana, this is RJ Adil and you guys are listening to Radio C. രക്തദാനം മഹാദാനം എന്ന് പറയുന്ന വാചകം കേൾക്കാത്ത മലയാളികൾ പൊതുവെ കുറവായിരിക്കും. ഇന്നലെ ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആയിരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വായിച്ചിട്ടുള്ള ഒരു കോട്ടാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ശരീരത്തിൽ നിന്ന് പങ്കുവെക്കുന്ന ഏതാനും തുള്ളി രക്തം മാത്രം മതി. അതെ, ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് പിന്നിലെ മനുഷ്യ സ്നേഹത്തിന്റെ കഥകളെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. രക്തദാനം എന്നത് ഒരു മെഡിക്കൽ പ്രോസസ്സ് മാത്രമല്ല, അതിലുമുപരി ഒരാൾക്ക് പ്രതീക്ഷയും ഒരു കുടുംബത്തിന് ആശ്വാസവും നൽകുന്ന മഹത്തായ പ്രവർത്തനമാണ്. ഇന്നത്തെ റേഡിയോ സിയിൽ നമ്മളോടൊപ്പം ചേരുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബ്ലഡ് സെന്ററിലെ കൗൺസിലറായ വരുൺ ജോർജ് സാറാണ്. രക്തദാന രംഗത്ത് വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ആശയങ്ങളുമാണ് ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ ആദ്യം തന്നെ സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ വെൽക്കം ടു ദ ഷോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പല പുസ്തകങ്ങളിലും പല ആളുകളും ബ്ലഡ് ഡൊണേഷൻ എന്ന പ്രക്രിയക്ക് പല ഡെഫിനിഷൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രംഗത്ത് 10 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാറിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണ്? നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് തഴമ്പിച്ച ഒരു ഡെഫിനിഷൻ ഉണ്ട്, രക്തദാനം മഹാദാനം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറച്ചുകൂടി സിമ്പിളാക്കി പറഞ്ഞാൽ രക്തദാനം ജീവദാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു തവണ രക്തം ദാനം ചെയ്യുന്ന ഒരു വ്യക്തി രക്ഷിക്കുന്നത് 1-2 ജീവനുകളല്ല, 3 ജീവനുകളും ഈ 3 ജീവനുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങളുമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും രക്തദാനം ജീവദാനം അത് തന്നെയാണ് ശരി. ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ രക്തദാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ, ആരോഗ്യം എന്നീ മേഖലയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തി എന്ന നിലയിൽ സാറും ഒരുപാട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ ഫേസ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കേട്ടിട്ടുണ്ടാകും. സോ ഇപ്പോഴും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവയെ എങ്ങനെ മറികടക്കാം? ഈ ഒരു രക്തദാനത്തിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഒരുപാട് അബദ്ധധാരണകൾ ഉള്ള ഒരു മേഖലയാണ് രക്തദാനം. കാരണം പലരും ഇന്നും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു തവണ രക്തം ദാനം ചെയ്താൽ എൻ്റെ ആരോഗ്യം, അതായത് കൊടുക്കുന്ന വ്യക്തിയുടെ ആരോഗ്യം കുറയും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻ, ഇത് രക്തമെടുക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽ വഴി അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് അബദ്ധധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞാൽ, ഞാൻ എൻ്റെ 54ാമത് രക്തദാനമാണ് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയത്. ഇന്ന് വരെ എനിക്ക് മറ്റൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ എനിക്കില്ല. സോ ഞാൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ അറിയാവുന്നവരോട് ഞാൻ പറയാറുണ്ട്, രക്തദാനം ഒരു തരത്തിലും മനുഷ്യനെ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് ബാധിക്കില്ല ഒരിക്കലും. പിന്നെ ബാധിക്കും എങ്ങനെയാന്ന് വെച്ചാൽ, കൃത്യമായ ഉറക്കമില്ലാതെ കൃത്യമായ ഭക്ഷണം കഴിക്കാതെ നമ്മൾ രക്തം ദാനം ചെയ്താൽ ഉറപ്പായിട്ടും നമുക്കത് എഫക്ട് ചെയ്യും. കാരണം തലകറക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരാം. അപ്പോൾ ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിക്കും 18 വയസ്സ് കഴിഞ്ഞ 45 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ഹീമോഗ്ലോബിന്റെ അളവ് 12.5 കൂടുതലുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. പക്ഷേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭക്ഷണം. 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം. 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിട്ടുണ്ടാവണം. രക്തദാനത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രക്തദാനം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ആദ്യമായിട്ട് രക്തം കൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആദ്യകാല ദാതാവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നേരത്തെ സൂചിപ്പിച്ച പോലെ 18 വയസ്സ് കഴിഞ്ഞ 45 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള 12.5 അതിലധികമോ ഹീമോഗ്ലോബിന്റെ അളവുള്ള ആർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ്. പിന്നെ ഒരിക്കലും ചെയ്യേണ്ടാത്ത ചില ആളുകളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ചില ആളുകൾ. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. മുലയൂട്ടുന്ന അമ്മമാര്, സ്ത്രീകൾ പീരീഡ്സിന്റെ സമയത്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ സാംക്രമിക രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ആളുകൾ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ വിഭാഗം ആളുകൾ മാത്രമാണ് രക്തദാനത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ളൂ. മറ്റെല്ലാവർക്കും കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ രക്തദാനം ചെയ്യാൻ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ രക്തദാനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ രക്തദാനം ചെയ്തതിന് ശേഷം ദാതാവ് പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും രക്തദാനത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് പോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രക്തദാനത്തിന് ശേഷവും. ഒന്ന്, നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി ഓടിക്കാനായിട്ട് പാടുള്ളൂ. അടുത്തൊരു കാര്യം, രക്തദാനം ചെയ്ത കൈകൊണ്ട് ഒരുപാട് ഭാരമേറിയ വസ്തുക്കൾ എടുക്കുകയോ അല്ലെങ്കിൽ ആ കൈക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്ന എന്തെങ്കിലും ജോലികൾ അന്നേ ദിവസം ഒഴിവാക്കുകയാണ് നല്ലത്. ഉദാഹരണത്തിന് ജിമ്മിൽ പോകുന്ന ആളുകൾ അന്ന് ബ്ലഡ് കൊടുത്തതിന് ശേഷം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. അതുപോലെ മറ്റ് ടർഫിൽ കളിക്കുന്നവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആ കൈക്ക്
എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നന്നായി. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ആ ഒരു ദിവസം. സാറ് ഈ ഒരു മേഖലയിൽ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തു വരുന്നുണ്ട്. ഓരോ വർഷവും ആളുകളുടെ മനോഭാവം അല്ലെങ്കിൽ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്തദാന രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ സാറ് കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്തായിരിക്കും? ഈ രക്തദാന മേഖലയിൽ കണ്ട മാറ്റം എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. കാരണം ഇപ്പോഴും ഒരു രക്തദാന ക്യാമ്പ് എവിടെയെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്താൽ അതിൽ 80% രക്തം കൊടുക്കുന്നത് 80 കിഡ്സോ 90 കിഡ്സോ ആണ്. ഞാൻ 2K കിഡ്സിന്റെ കുറ്റം പറയുന്നതല്ല, പക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം, അതും സ്വന്തം രക്തം കൊടുത്ത് മറ്റു 3 ജീവൻ രക്ഷിക്കാനുള്ള ഒരു സൽക്രിയയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം 2K കിഡ്സ് തരുന്നില്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഒരു 2000 കുട്ടികളുള്ള ഒരു കോളേജിൽ ഞാൻ ഡൊണേഷന് പോയി, നമുക്ക് ആകെ കിട്ടിയത് 40 പേരാണ്. നേരെ മറിച്ച് സീനിയർ CLC സംഘടിപ്പിച്ച ഒരു രക്തദാന ക്യാമ്പ് ഒരു തൃശ്ശൂരുള്ള ഒരു പള്ളിയിൽ നമ്മൾ പോയപ്പോൾ ആ സീനിയർ CLC, അതായത് 30+ ഉള്ള ആ ചേട്ടന്മാർ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയത് 60+ ഡൊണേഷൻസ് ആണ്. ഈ ഇടവകയിൽ തന്നെ 10,000 യൂത്ത് ഉണ്ട്, 30 വയസ്സിന് താഴെയുള്ള ആളുകളുണ്ട്. അവരിൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെ നമുക്ക് രക്തം തന്നിട്ടുള്ളൂ. അപ്പം മനുഷ്യന്റെ ചിന്താഗതിയാണ് മാറേണ്ടത്. രക്തദാനം എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര നിസ്സാരമാണെങ്കിലും അത് ചെയ്യാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകളോട് സാറിന് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുണ്ട്. കാരണം ഈ രക്തദാനത്തിന് മടിച്ചു നിൽക്കുന്ന ആളുകൾ വളരെ ഊർജ്ജസ്വലരായിട്ട് ആവേശത്തോടെ ബ്ലഡ് കൊടുക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഇവരുടെ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിഷൻ ആവുകയോ ഒരു ആക്സിഡന്റിൽ പെടുകയോ പ്രസവത്തിന് അഡ്മിഷൻ ആവുകയോ ചെയ്യുമ്പോൾ ഭയങ്കര ആവേശമാണ് എന്ത് ബ്ലഡ് കണ്ടുപിടിക്കാനും സ്വയം കൊടുക്കാനും. അപ്പൊ അവനവന്റെ വീട്ടിലുണ്ടാകുമ്പോൾ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി വെറും ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും നമ്മളത് അറിയാത്ത ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ഒരിക്കലും ശ്രീബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നിങ്ങൾ മനുഷ്യനാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ശവത്തിന് തുല്യാന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ശവമായിട്ട് ജീവിക്കണോ മനുഷ്യനായിട്ട് ജീവിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. രക്തദാനം ചെയ്യുക. കാരണം ഈ രക്തം എന്ന് പറയുന്ന സാധനം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല, നമുക്ക് ജന്മന ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ദാനമായിട്ട് കിട്ടി, നമുക്കും ദാനമായിട്ട് കൊടുക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മനുഷ്യനാവുന്നതാണ് ഞാൻ മനസ്സിലാക്കണേ. അങ്ങനെ പതിയെ ഇന്നത്തെ റേഡിയോ സീയുടെ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും നേരം നമ്മളോട് കൂടെ സംസാരിച്ചത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബ്ലഡ് സെന്ററിലെ കൗൺസിലർ ആയിട്ടുള്ള വരുൺ ജോർജ് സാറാണ്. ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ഡേയിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരിക്കലെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വെളിച്ചമായിട്ട് മാറുക. സോ അടുത്തൊരു പരിപാടിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് RJ ആദിൽ സൈനിങ് ഓഫ്. ഹേമന്തമൻ കൈക്കുമ്പിളി തൂവുന്നിലാപ്പൂവീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ. കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോകുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം മാറിയ നിന്റെ മൗനവും മൊഴിഴത്തുന്നീയേകവേ എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയൊന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാനീ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോ മൽവേ. ആ
la 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 la. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ. സനി സ പമ പമ ഗരി സരി. കണ്ണിലായിരം മെഴുതിരിമിന്നിടുന്ന പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേകവേ. നിൻ ശിശിരങ്ങളിലവേദ കുലവേളയിൽ ഞാൻ മഴവില്ലിതളായി മാറി. മിന്നൽ കൺചിമ്മും താരം പോലെ എന്നിൽ ചേരാമോ എന്നും കണ്ണേ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ. പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ. കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോടുന്ന വാക്കുപോലെ. അഹിലോലം അനുരാഗം തേന്മാരിയ. Radio C. Our campus, our voice.